സത്യം പറഞ്ഞാൽ മല്ലികാമ്മ പിണങ്ങരുത്. അമ്മയുടെ സിനിമയെക്കാളും സീരിയലുകളെക്കാളും എനിക്കിഷ്ടം മല്ലികാമ്മയുടെ തഗ് ഇൻ്റർവ്യൂകൾ തന്നെയാണ്. എല്ലാ ഇൻ്റർവ്യൂ ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. നല്ല സാരി, നല്ല സാരി, നല്ല കളർ അല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ? ഇല്ല, അത് എന്നോടല്ല പറയേണ്ടത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും സാരി അടുത്ത എപ്പിസോഡിൽ കാണാം. സൂസു, സുരഭി, സുഹാസിനിയും കണ്ടാ മതി. ഒരു കൊച്ചുകുട്ടി കാത്തിരിക്കുന്നുണ്ട് പഠിക്കാൻ. സുഭാരതാണ് പേരെന്ന് പറയും. കുറച്ചുകൂടെ പഠിക്കട്ടെ, ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഇവിടെ ഓരോരുത്തരും പൃഥ്വിരാജിന്റെ ഇംഗ്ലീഷ് എന്ത് ചേച്ചിക്കുന്നത്, അവര് പൃഥ്വിരാജിന്റെ ഇംഗ്ലീഷ്. Oh, fantastic. It's probably the biggest film I've ever done and probably the biggest film that has come out of India in a long time. എന്റെ പൊന്നു മക്കളെ, ഇത് എന്തോ ഇതാണ് നമ്മുടെ ജിംബ്രൂട്ടൻ. മല്ലികാമ്മനെ കാണാനായിട്ട് ഓടി എത്തിയതാ ജിംബ്രൂട്ടൻ. വലിയ സന്തോഷം. ഈശ്വരാ, പുള്ളിക്കാരത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം അവർക്ക് ഞാൻ ത്രൂ കൊടുക്കണം, അവർക്ക് എന്തായാലും വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ത്രൂ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് അതാണ് ആഗ്രഹമെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം. സന്തോഷപൂർവ്വം ഞാൻ ഇദ്ദേഹം കൊണ്ടു തന്ന ഈ ഇതൊക്കെ ഇവരൊക്കെ സീരിയലിലെ വലിയ ഭയങ്കര നായകന്മാരാ. ഞങ്ങളൊക്കെ അമ്മയും അമ്മൂമ്മയൊക്കെ ആയി ഇപ്പോഴ്. അപ്പൊ അവിടെ ഏതായാലും എത്തിച്ചതിൽ വളരെ സന്തോഷം. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. ഹലോ, സാനിഫ്, ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എത്താറായോ? എത്താറായി. ആണോ? ഓക്കെ, ശരി. ഞാനിവിടെ ആ എൻട്രൻസിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാനിഫ് എവിടെ? സാനിഫ്, ഹലോ. കറക്റ്റ് ടൈമിങ്. അപ്പൊ നമ്മൾ രണ്ടുപേരും യാത്രയൊക്കെ സുഖമായിരുന്നോ? പിന്നെ അടിപൊളി. ഞാൻ കുറച്ചു നേരം എത്തി. ഓക്കെ, സുഖമായിരിക്കുന്നു. സാനിഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ സീരിയൽ കാണുന്ന എല്ലാവർക്കും അറിയണ ഒരു ഫേസ് തന്നെയാണ് സാനിഫിൻ്റെത്. ഇന്നിപ്പോ നമ്മൾ ഇവിടെ നിൽക്കുന്ന എന്താന്ന് വെച്ചാൽ സമ്മാനത്തിലൂടെ നമുക്ക് ഇന്ന് ആശ രാജീവ് എന്ന് പറഞ്ഞ ഒരാള് ഇവിടെ ഇല്ല, ദുബായിലാണ് ആശ. അപ്പൊ ആശ സാനിഫിന്റെ ഒരു ഫാനാണ്, ആശ വേറൊരാളുടെയും ഫാനാണ്. ആ വേറൊരാളെന്ന് പറയുന്ന ഒരാള് കുറച്ച് നേരത്തേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ, ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ. ആളെ കാണാനായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോണത്. പക്ഷെ ഈ കഥയിൽ സാനിഫിനെ എന്തിനു ഞാൻ കൂടെ കൂട്ടി എന്നുള്ള കാര്യം സാനിഫ് തന്നെ പറയും. ആശ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, എന്റെ സീരിയൽ കാണുന്ന ഒരു ഫാനാണ്. അപ്പം കുറച്ച് മുമ്പേ സുന്ദരി സീരിയൽ ചെയ്തോണ്ടായിരുന്നു. ആ സമയത്ത് കണ്ട് എന്നെ മെസ്സേജ് അയച്ച് വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് ഇങ്ങനൊരു കാര്യം ഏൽപ്പിച്ചു, എന്താ പറയാ, ഇങ്ങനൊരു ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, അപ്പം സാനിഫ് എന്നെ കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത്. സാനിഫ് ആശനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ആക്ച്വലി മെസ്സേജ് അയക്കുന്നതും കോൾ ചെയ്യുന്നൊക്കെ അങ്ങനെ. ഓക്കെ. ആശ ഇപ്പൊ ദുബായിലാണ്. അപ്പൊ ആശ ഇതേപോലെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് ഇതേപോലെ ഇവരെയൊക്കെ എന്താ പറയാ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് സാനിഫായിട്ട് ഓവർ ത്രൂ ഫോണിലൂടെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഓക്കെ. അപ്പൊ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? ആശ പറഞ്ഞിട്ട് കുറച്ച് ഗിഫ്റ്റ് വാങ്ങി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് സാനിഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? കാരണം വെച്ചാല് പുള്ളിക്കാരത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം അവർക്ക് ഞാൻ ത്രൂ കൊടുക്കണം, അവർക്ക് എന്തായാലും വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ത്രൂ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് അതാണ് ആഗ്രഹമെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ സാനിഫ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ, സാനിഫിന്റെ എന്താ പല സീരിയൽസിലൂടെ എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖം തന്നെയാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ വിശേഷങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കയറാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അകലെ എന്ന് പറഞ്ഞൊരു സീരിയൽ സീ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അതിന്റെ പൈലറ്റ് ഷൂട്ടൊക്കെ നടന്നുകൊടുക്കുക. അതല്ലാണ്ട് സ്നേഹക്കൂട് എന്ന് പറഞ്ഞൊരു സീരിയല് നമ്മുടെ ഏഷ്യാനെറ്റിൽ അത് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പൊ എന്റെ ക്യാരക്ടർ ഇപ്പം നെക്സ്റ്റ് ഷെഡ്യൂൾ മുതൽ എന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. ശരി. അപ്പൊ എന്നാ സാനിഫ് സീരിയലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നല്ല ആക്റ്റീവായിട്ട് തന്നെ പോവട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് കാണാം ഇനി നമ്മള്. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ആ ഒരു സെലിബ്രിറ്റി, നമ്മൾ സെലിബ്രിറ്റിയുടെ വീട്ടിലേക്ക് നമ്മൾ കേറാൻ പോണു. സാനിഫ്, നമുക്ക് ഇടയാം. ഓക്കെ. ഇതെന്താ? ഹലോ, ഹായ്. ഹലോ ഹലോ. ഹായ്. ഞാൻ ജിംബ്രൂട്ടൻ. ഓക്കെ. എങ്ങോട്ടാ ഇവിടെ ഇരിക്കുന്നേ? അങ്ങോട്ടോ? ഞങ്ങളോട് വരുന്നുണ്ടോ? എന്നാ ഒരു കളർഫുൾ ആയിക്കോട്ടെ.
അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റിനെ കാണാൻ പോകുന്നു. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രോയും കൂടെ പറയാണ്. മൈൽ സ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് സമ്മാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സമ്മാനത്തിൽ ഇന്ന് നമ്മൾ സമ്മാനം കൊടുക്കാനായിട്ട് പോകുന്ന സെലിബ്രിറ്റി ആരുടെ അടുത്തേക്കാണ്, ആര് പറഞ്ഞു വിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ സമ്മാനവുമായിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ള കഥയും കാര്യങ്ങളും ഒക്കെ പറയാം. ദുബായിൽ നിന്നുള്ള ആശ രാജീവ്, ആശ തന്നുവിട്ട ഒരു സമ്മാനങ്ങളാണ് ഞങ്ങൾ ആശയുടെ പ്രിയപ്പെട്ട ഒരു സെലിബ്രിറ്റിക്ക് കൊടുക്കാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ സാനിഫും ഉണ്ട്. ഇപ്പൊ ജിബ്രൂട്ടനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പൊ നമുക്കിനി സെലിബ്രിറ്റിയുടെ വീട്ടിലേക്ക് പോവാം. അപ്പൊ നമുക്ക് കയറാം. നമ്മുടെ ഫാമിലി മെമ്പറിന്റെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. മല്ലികാമ്മയുടെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കയറുകയാണ്. ഇവിടെ ആയതുകൊണ്ട് സ്വന്തം വീടായതുകൊണ്ട് നമുക്ക് ബെല്ല് പോലും അടിക്കണ്ട. ജിംബ്രൂട്ടാ കേറാം. റെഡി സാനിഫ്? അപ്പം ആശയുടെ ഗിഫ്റ്റ് നമ്മൾ ഇതേ മല്ലികാമ്മയ്ക്ക് കൊടുക്കാൻ പോണു കേട്ടോ. ഹലോ മല്ലികാമ്മ. അയ്യോ, എനിക്ക് മനസ്സിലായി, അപ്പു പറഞ്ഞാണല്ലേ. അതെ, ഞാൻ പറഞ്ഞു എറണാകുളം നഗരം മുഴുവൻ നീ ചുറ്റുന്നത് ഞാൻ വീഡിയോ കണ്ടു. ഓണത്തിന് മനസ്സിലായി. സ്നേഹം അമ്മാ എന്നൊക്കെയുള്ള വിളി കേട്ടാലുണ്ടല്ലോ, നമ്മളെ മക്കൾ ഇത്ര സ്നേഹത്തിൽ വിളിക്കത്തില്ല. അപ്പുവിന്റെ വിളി അറിയാമല്ലോ. അതുകൊണ്ട് അതങ്ങ് കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ള അതുകൊണ്ടൊന്നും അല്ലോ. എന്റെ പൊന്നു മക്കളെ, ഇത് എന്തോന്നോ ഇതാണ് നമ്മുടെ ജിംബ്രൂട്ടൻ. മല്ലികാമ്മനെ കാണാനായിട്ട് ഓടി എത്തിയതാ ജിംബ്രൂട്ടൻ. വലിയ സന്തോഷം. ഈശ്വരാ, ജിംബ്രൂട്ടൻ അടുത്തേക്ക് വരൂ. ഇതെന്താ ദൂരെ നിക്കണേ? മല്ലികാമ്മ നമ്മുടെ സമ്മാനം എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ആശ എന്ന് പറഞ്ഞ ഒരു ആശ രാജീവ് ദുബായിലാണ്. ആശ മല്ലികാമ്മയുടെ വലിയൊരു ഫാനാണ്. എന്റെ ആശേ, ഞാൻ എല്ലാരോടും പറയും. അതെ, അപ്പൊ ആശ ഇത് സാനിഫ് സീരിയൽ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. അതെ, ഞാൻ കണ്ടിട്ടുണ്ട് മോനെ. സീരിയൽ അപ്പം ഈ ആശയ്ക്ക് സാനിഫിനെയും അറിയാം. സാനിഫിന്റെയും സീരിയലൊക്കെ കാണുന്ന ആളാ. അപ്പൊ ആശയ്ക്ക് ഇപ്പൊ ദുബായിലായതുകൊണ്ട് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. നമ്മൾ ഈ സമ്മാനത്തിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റീസിനെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ദുബായ് വരുന്നുണ്ട് കേട്ടോ, താമസിയാതെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരെ അറിയിക്കാം, എന്നെ വന്ന് കാണണം. നമുക്ക് അപ്പൊ ഈ സമ്മാനം എന്തെങ്കിലും ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ തരണമല്ലോ. ഒരു വൺ വേ ട്രാഫിക് ആവരുത്, അത് മോശമാണ്. അപ്പൊ ആശ സമ്മാനം ഈ സാനിഫ് ത്രൂ ആണ് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നിട്ട് മല്ലികാമ്മയ്ക്ക് അതും ഒക്കെ നമ്മുടെ ഓണവും എല്ലാം കൂടെ ചേർത്തൊരു സമ്മാനം സന്തോഷം. ഇപ്പോഴേ ആശ ഓർത്തത് കൊണ്ട് മൈൽ സ്റ്റോൺ ഇവിടെ വന്ന് കേട്ടോ. അയ്യോ, വരത്തില്ല, അത് തന്നെയാണ് കാര്യം. അത് തന്നെയാണ് കാര്യം. ആശ, താങ്ക് യു സോ മച്ച്. ഇതുപോലെയുള്ള അമ്മമാരെ ഓർക്കുന്നത് അത്ര ഗുരുത്തമുള്ളവരൊക്കെ ഓർമ്മിക്കുള്ളൂ. അത് അപ്പൂന് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. സന്തോഷപൂർവ്വം ഞാൻ ഇദ്ദേഹം കൊണ്ട് തന്ന ഈ ഇതൊക്കെ ഇവരൊക്കെ സീരിയലിലെ വലിയ ഭയങ്കര നായകന്മാരാ. ഞങ്ങളൊക്കെ അമ്മയും അമ്മൂമ്മയൊക്കെ ആയി ഇപ്പോഴ്. അപ്പൊ അവിടെ ഏതായാലും എത്തിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ താമസിയാതെ ദുബായിൽ എനിക്ക് തോന്നുന്നത് ഒക്ടോബർ ഫസ്റ്റ് വീക്കാണ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ ആശയെ വന്ന് കാണും. അല്ലെങ്കിൽ ആശ വന്നാ മതി, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ആശയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. ജിംബ്രൂട്ടാ കൊടുക്കാം നമുക്ക്. ഇതെന്തൊക്കെയാണ്? ഇത് ആശ കൊടുത്തു വിട്ടതാണ്. ഇതിനകത്ത് എന്താ ഒരു ലെറ്റർ ഉണ്ടല്ലോ. ഇത് ആശ കൊടുത്തു വിട്ടാണോ? കൊടുക്കട്ടെ? ഇത് ആശയുടെ വക ഒരു ലെറ്റർ ഉണ്ട്. അതെന്താന്നൊന്ന് വായിക്കാം. പിന്നെ ഇത് കേക്ക് ഉണ്ട്. ഏറെ പ്രിയപ്പെട്ട മല്ലികാമ്മയ്ക്ക് കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് മല്ലികാമ്മയെ ഒന്ന് നേരിൽ കാണണമെന്ന്. സത്യം പറഞ്ഞാൽ മല്ലികാമ്മ പിണങ്ങരുത്. അമ്മയുടെ സിനിമയെക്കാളും സീരിയലുകളെക്കാളും എനിക്കിഷ്ടം മല്ലികാമ്മയുടെ തഗ് ഇന്റർവ്യൂകൾ തന്നെയാണ്. എല്ലാ ഇന്റർവ്യൂ ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. എല്ലാ ഇന്റർവ്യൂകളും മുഴുവൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് മല്ലികാമ്മയെ നേരിൽ കാണാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കോണ്ടാക്ട് ചെയ്തത്. നിർഭാഗ്യവശാൽ 3 മാസത്തേക്ക് ഹസ്ബൻഡിനൊപ്പം ദുബായിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്നേഹസമ്മാനം സാനീഷിൻ്റെയും രമ്യയുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ അത് വാങ്ങണം, എനിക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കണം. മോളെ, പ്രാർത്ഥിക്കൽ എന്ന് പറയാൻ അമ്മമാരോട് അത് പറയണ്ട, അതേ ഉണ്ടാവുള്ളൂ. ഇത് കൈ പറ്റുമ്പോൾ ഈശ്വര ഈ ആശ മോള് നല്ല മിടുക്കിയായിട്ടിരിക്കട്ടെ, കുടുംബത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അമ്മമാരേ ഉള്ളൂ. ഈ അപ്പനെ വിളിക്കുന്ന ചേട്ടാ വിളിക്കാരൊന്നും ഇത് പ്രാർത്ഥിക്കത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാ ആശ കൊടുത്തുവിട്ട ഒരു കേക്ക് ഉണ്ട്. വേറെ സമ്മാനങ്ങളുണ്ട് ആശ കൊടുത്തുവിട്ടെ. സാനിഫ് ബാക്കി സമ്മാനങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയാ അപ്പു അടിച്ചു മാറ്റി കാണും വല്ലതും. അയ്യോ എന്റെ ദൈവമേ, കഷ്ടമുണ്ട് കേട്ടോ. ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. അത് തന്നെ. അടുത്ത ഇതുണ്ട്. ഇതൊക്കെ ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കണേ ആശയ്ക്ക് കേട്ടോ. അയച്ചു കൊടുക്കാം.
താങ്ക് യു താങ്ക് യു. തരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അയ്യോ മോനെ കൊള്ളാം. ഇനിയുണ്ട് ഒരു സമ്മാനം കൂടെ. ഇനിയുണ്ടോ? ഇതിനകത്ത് ഒരു സാരിയും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതാ ഒരു സാരിയുണ്ട്. സാരി അടുത്ത എപ്പിസോഡിൽ കാണാം. സൂസു സുരഭി സുഹാസിനി കണ്ടാ മതി. അതെ, അതിലെന്തായാലും ആശ കൊടുത്തു വിട്ട ഈ സാരി ഉണ്ടാവും. നല്ല സാരി. ആ നല്ല സാരി, നല്ല കളർ അല്ലേ? നിങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ? ഇല്ല, അത് എന്നോടല്ല പറയണ്ടേ. എന്തോ അത് ദുഷ്ടൻ അപ്പൂസ്. കണ്ടല്ലേ, നല്ല കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയാണ്. വയസ്സായ അമ്മമാരെയൊക്കെ അതെങ്ങനെ സ്നേഹപൂർവ്വം ഓരോന്നൊക്കെ കൊടുത്തയക്കും. എന്താ അപ്പുച്ചേട്ടാ എന്ത് ഞാൻ മിണ്ടില്ല അന്ന് അവരോടൊന്നും ഞാൻ ഇങ്ങനെ ഒന്നും പറയാറില്ല കേട്ടോ. ഇതൊക്കെ കണ്ടു പഠിച്ചോ മക്കളെ, ജീവിതത്തിൽ നന്നാവും. അപ്പൊ ഒരുപാട് സന്തോഷം. അയ്യോ സന്തോഷം. ഞാൻ പക്ഷെ മോളുണ്ടെന്ന് അറിഞ്ഞില്ല. ആണല്ലേ? അദ്ദേഹം എന്നെ വിളിച്ചു, ഞാൻ അവിടെ വരെ വരും, ഒരു സമ്മാനം തന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാ ഇവിടെ ഇപ്പൊ അല്ലെങ്കിൽ വേറെണ്ണം നടക്കായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞോട്ടെ ഓർത്തുണ്ട് അതിനിടയിൽ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. മോളെ ഇവിടെ വന്നിരുന്നൂടെ, സുഖമായിട്ട് കാറ്റ് കൊണ്ട് കണ്ടില്ലേ. എന്താ എന്താ പറയുന്നേ? എന്തോ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു. ഇംഗ്ലീഷാണോ? ആ എന്നാ പിന്നെ മലയാളമേ മനസ്സിലാവുള്ളൂ. എനിക്കറിയില്ല. എന്താണ് what did you say? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനകത്തുനിന്ന് പറയുന്നുണ്ട്. വാ തുറക്കാൻ പറ്റൂല്ലല്ലേ? ഇല്ല. ഇത് എവിടെ നിന്ന് എന്ത് ഭാഷയാ സംസാരിക്കുന്നേ? ഇംഗ്ലീഷാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഇംഗ്ലീഷ്. കേൾക്കുന്നില്ല ശരിക്കും. ശബ്ദം ഇങ്ങനെയാണോ? എനിക്ക് അറിഞ്ഞൂടാ. ഇംഗ്ലീഷ് പഠിച്ചോണ്ടിരിക്കുകയാണോ? പഠിച്ചോണ്ടിരിക്കാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. തീർച്ചയായിട്ടും ബി എ ഗുഡ് ഇംഗ്ലീഷ് മാസ്റ്റർ. തീർച്ചയായിട്ടും ഞാൻ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നില്ല. ഓഹോ, അപ്പൊ മല്ലികാമ്മയുടെ അടുത്തൊന്നും പഠിക്കാൻ കേട്ടോ ഇംഗ്ലീഷ് ഒക്കെ കുറെ. അയ്യോ, അത്യാവശ്യം ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം, കുറച്ച് തെലുങ്ക്, ഇത്രയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറയും. ഓ, എത്ര ലാംഗ്വേജസ് പഠിക്കണം. ഇതൊക്കെ എങ്ങനെ ഇതെല്ലാ ലാംഗ്വേജും ഇങ്ങനെയൊക്കെ? അപ്പൊ എല്ലാ ലാംഗ്വേജിന്റെ ആയിരിക്കും അല്ലേ മല്ലികാമ്മ? ഇപ്പം ഈ വാട്സാപ്പിലൂടെ നിക്കുന്നത് എന്തിനാ? ഇരിക്കരുതോ? അത് കുഴപ്പമില്ല. ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങല്ലേ. ഈ ആരെങ്കിലും ഇവിടെ ഇംഗ്ലീഷ് പഠിക്കണം ഇതേപോലെ താല്പര്യപ്പെട്ട ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം നമുക്ക് വാട്സാപ്പിലൂടെ. ഇംഗ്ലീഷ് കഫേ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇംഗ്ലീഷ് കഫേയിലൂടെ വാട്സാപ്പിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇപ്പൊ ഉണ്ടത് വാട്സാപ്പിലൂടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പഠിച്ചു തുടങ്ങിയതായിരിക്കും. അതിലൂടെയാണോ പഠിച്ചേ? അതാണ്. അത് പറ, അതാ ചുമ്മാ അല്ല. എനിക്കൂടെ അതിന്റെ ലിങ്ക് അയക്കണേ. കുറച്ചുകൂടെ പഠിക്കട്ടെ, ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഇവിടെ ഓരോരുത്തരും പൃഥ്വിരാജിന്റെ ഇംഗ്ലീഷ് എന്ത് ചേച്ചിക്കുന്നത്? ഞാൻ പറഞ്ഞു പൃഥ്വിരാജിന്റെ ഇംഗ്ലീഷ് എനിക്ക് അല്ല അതുപോലെയൊക്കെ ആർക്കും ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേയിലാണെങ്കിൽ പഠിച്ചോണ്ടല്ലേ പോലെ. നമ്മളൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അത്യാവശ്യമുള്ള ഇംഗ്ലീഷ് ഒക്കെ വരും. അതുപോലൊക്കെ വലിയ പാടാ. ഇല്ല, ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവർ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ടൈം ഫ്രെയിം എപ്പോഴാണോ നമ്മൾ ഫ്രീ എന്ന് വെച്ചാൽ ആ സമയം നോക്കിയിട്ട് അവർ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ് തന്നിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസ്സസ് എല്ലാം എടുത്തു തരും. അപ്പൊ പെർഫെക്റ്റ് ഇംഗ്ലീഷ് നമ്മളെ പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ് ഇംഗ്ലീഷ് കഫേയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. ഒരു കൊച്ചുകുട്ടി കാത്തിരിക്കുന്നുണ്ട് പഠിക്കാൻ. സുഭാരതാണ് പേരെന്ന് പറയാ. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് കഫേയിലൂടെ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. പെർഫെക്റ്റ് ഇംഗ്ലീഷ് നമുക്കും സംസാരിക്കാം അല്ലേ? പേഴ്സണൽ ട്രെയിനറിനോട് കൂടി. ഓക്കെ, ശരി. അപ്പൊ ഞങ്ങൾ എന്ന് ഇറങ്ങാണ്. ഹാപ്പി ഓണം. ശരി മോനെ, ഓൾ ദി ബെസ്റ്റ്. ശരി. ഓക്കെ, അപ്പൊ ആശയുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്ന പോലെ ഇവിടെ മല്ലികാമേനെ എത്തിച്ചിട്ടുണ്ട്. എല്ലാം എനിക്ക് കിട്ടി. വലിയ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒക്ടോബറിൽ ദുബായിൽ വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാൻ ആശയെ കണ്ടിരിക്കും. അപ്പൊ ശരി. അപ്പോ ഓക്കെ, താങ്ക് യു. നമുക്ക് സമ്മാനത്തില് ഇതേപോലെ സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് അടുത്ത സെലിബ്രിറ്റിയുടെ ആരാന്ന് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. അടുത്ത സെലിബ്രിറ്റി ആരും നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം. എല്ലാ വർഷവും ഇതുപോലെ മുടങ്ങാതെ ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം വരണം. ശരി. ഓക്കെ, അപ്പൊ എന്നാ നിങ്ങൾ വിട്ടോ. എനിക്ക് മല്ലികാമ്മന്റെ അടുത്ത് രണ്ട് കാര്യങ്ങളും കൂടെ ചോദിച്ചിട്ട് ഞാൻ ഓടി വരാം. അപ്പൊ ശരി, നമുക്ക് കാണാം. ശരി ജിബ്രൂട്ടാ, കാണാം കേട്ടോ. അയ്യോ, താങ്ക് യു.